നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. തൊഴിലവസരങ്ങൾ തുറന്ന് വിജ്ഞാന കേരളം മിനി ജോബ് ഫെയർ. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തും കണ്ണൂർ കോർപ്പറേഷനും ചേർന്ന് സംഘടിപ്പിച്ച മിനി ജോബ് ഫെയർ പള്ളിക്കുന്ന് ഗവൺമെന്റ് കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജിൽ രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കെ വി സുമേഷ് MLA അധ്യക്ഷനായി. തൊഴിലന്വേഷകർക്ക് സർക്കാർ ഇതര മേഖല പ്രാദേശിക തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ വിജ്ഞാന കേരളം പദ്ധതി മുഖേന ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ നടത്തുന്ന മൂന്നാമത്തേതാണ് കണ്ണൂർ വനിതാ കോളേജിലേത്. വിവിധ മേഖലകളിൽ നിന്നും 70-ലധികം കമ്പനികളാണ് തൊഴിൽമേളയിൽ പങ്കെടുത്തത്. 10ാം തരം മുതൽ PHCC ബിരുദാനന്തരം ബിരുദധാരികൾക്കും മെഡിക്കൽ, പാരാമെഡിക്കൽ, ITA, പോളിടെക്, BTech തുടങ്ങിയ പ്രൊഫഷണൽ യോഗ്യതയുള്ളവർക്കും നിരവധി അവസരങ്ങൾ മേളയിലുണ്ട്. ഓണത്തിന് 1 ലക്ഷം തൊഴിൽ എന്ന പ്രത്യേക ക്യാമ്പയിനും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. അടുത്ത ഒരു വർഷം ചുരുങ്ങിയത് 3 ലക്ഷം പേർക്ക് സർക്കാർ ഇതര മേഖലകളിലെ തൊഴിലവസരങ്ങൾ കണ്ടെത്തി ലഭ്യമാക്കാനാണ് ഈ ജനകീയ ഇടപെടൽ. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തും തലശ്ശേരി മുനിസിപ്പൽ കോർപ്പറേഷനും ചേർന്ന് നടത്തുന്ന മിനി ജോബ് ഫെയർ സെപ്റ്റംബർ 13-ന് തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, വൈസ് പ്രസിഡന്റ് അബ്ദുൾ നിസാർ വായ്പറമ്പ് ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T. സർള, പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സുശീല, വളപട്ടണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ഷമീമ, കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ കുക്കിരി രാജേഷ്, വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ Dr. M. സുർജിത്, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയൻ, കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജ് പ്രിൻസിപ്പൽ Dr. KT ചന്ദ്രമോഹൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ വിദ്യാർത്ഥി കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് സ്വന്തമാക്കിയ വിദ്യാർത്ഥിയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പടന്നക്കാട് നെഹ്റു കോളേജ് വിദ്യാർത്ഥി പടന്നക്കാട് കരുവളം കാരക്കുണ്ട് റോഡ് ശ്രീനിലയത്തിലെ ശ്രീഹരിയെയാണ് 21 ഇന്നലെ രാത്രി 8 മണിയോടെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. കരുവളത്തെ പവിത്രൻ അച്ചംതുരുത്തിയുടെയും ശാന്തിയുടെയും മകനാണ്. സംഭവം അറിഞ്ഞ ഉടൻ കാനങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കലാരംഗത്തും മികച്ച പ്രതിഭയായിരുന്നു ശ്രീഹരി. സംഭവത്തിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. ആവേശത്തിൽ തൃശൂർ. ചരിത്രപ്രസിദ്ധമായി പുലിക്കളി. നാടൻ ചെണ്ടയുടെയും പെരുമ്പറയുടെയും വാദ്യതാളത്തിൽ തൃശൂർ ചരിത്രപ്രസിദ്ധമായ പുലിക്കളിക്ക് തുടക്കം. നഗരത്തെ ഇന്ന് പുലിക്കൂട്ടം കീഴടക്കും. അരമണി കിലുക്കി കുടവയർ കുലുക്കി പുലിക്കൂട്ടം നഗരഹൃദയത്തിൽ ചുവടുവെച്ച് തുടങ്ങി. പേടിപ്പെടുത്താൻ കരിഞ്ഞു പുലികളും കൂട്ടത്തിലുണ്ട്. വിശ്വപ്രസിദ്ധമായ പുലിക്കളിയിൽ 9 ടീമാണ് അണിനിരക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 4:30 വെളിഞ്ഞൂർ സംഘത്തിന് സ്വരാജ് റൗണ്ട് തെക്കേ ഗോപുരത്തിൽ മേയർ MK വർഗീസ് അധ്യക്ഷരും MLAയും ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഒരു സംഘത്തിൽ 35 മുതൽ 51 വരെ പുലികളുണ്ടാകും. അയ്യന്തോൾ, കുട്ടൻകുളങ്ങര, സീതാറാം, മില്ലേൻ, ചക്കക്കുത്ത്, നായ്ക്കണ്ണൻ, വിയൂർ യുവജന സംഘം, ശങ്കരകുളങ്ങര, വെള്ളഞ്ഞൂർ ദേശം, പാട്ടരക്കൽ ടീമുകളുടെ പുലികളാണ് നഗരവീഥികളെ പ്രകമ്പനം കൊള്ളിക്കുക. ബിന്നി ജംഗ്ഷൻ വഴി കുട്ടൻകുളങ്ങര ദേശവും, കല്യാൺ ജ്വല്ലേഴ്സ് സമീപത്തു നിന്നും വിയൂർ യുവജന സംഘവും, നടുവിലാൽ ജംഗ്ഷൻ വഴി ശങ്കരകുളങ്ങര ദേശവും, നായ്ക്കൽ ജംഗ്ഷൻ വഴി അയ്യന്തോൾ, ചാക്കുമുക്ക്, സീതാറാം, പട്ടരക്കൽ ദേശവും സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കും. നടുവിൽ ഗണപതിക്ക് നാളികേരമുടച്ച് പുലികൾ സ്വരാജ് റൗണ്ട് ചുറ്റും. ഓരോ സംഘത്തിലും 2 ദീപാലംകൃതമായ നിശ്ചല ദൃശ്യവും 1 പുലിവണ്ടിയും ഉണ്ടാവും. കോർപ്പറേഷന്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്ലോട്ടും ഉണ്ടാവും. പുലിവരയ്ക്ക് ആദ്യമായി ഇത്തവണ സമ്മാനമേർത്തിട്ടുണ്ട്. പുലിക്കളി ഈ വർഷം 50 ലക്ഷം രൂപയ്ക്ക് ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. പുലിക്കളി സംഘങ്ങൾക്ക് കോർപ്പറേഷൻ 3,12,500 രൂപ സഹായധനമായി നൽകും. ആദ്യ ഗഡുവായി 1,56,000 രൂപ നൽകി. ഒന്നാം സമ്മാനം 62,500 രൂപയും 2ാം സമ്മാനം 50,000 രൂപയും 3ാം സമ്മാനം 43,750 രൂപയുമാണ്. സംസ്ഥാന അധ്യാപക അവാർഡുകൾ പ്രഖ്യാപിച്ചു. പുരസ്കാരദാനം ബുധനാഴ്ച. സംസ്ഥാന അധ്യാപക അവാർഡുകൾ പ്രഖ്യാപിച്ചു. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ 5 പേർ വീതവും ഹയർ സെക്കൻഡറിയിൽ 4 പേരും VHCയിൽ 3 പേരും പുരസ്കാരത്തിന് അർഹയായെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. പാഠ്യേതര തരങ്ങളിലെ പ്രവർത്തനം പരിഗണിച്ചും മാതൃകാ ക്ലാസ് അവതരണം, അഭിമുഖം എന്നിവയിലെ പ്രകടനം കൂടി വിലയിരുത്തിയാണ് സംസ്ഥാന അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തത്. സെപ്റ്റംബർ 10-ന് വൈകിട്ട് 2:30 തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് പുരസ്കാരം വിതരണം ചെയ്യും. LP വിഭാഗം B. ബീന, PT ടീച്ചർ, ഗവൺമെന്റ് LP സ്കൂൾ പാട്ടത്തിൽ തിരുവനന്തപുരം. ബിജു ജോർജ്, പ്രഥമ അധ്യാപകൻ, സെന്റ് തോമസ് LP സ്കൂൾ കൊമ്പയാർ ഇടുക്കി. സെയ്ദ് ഹാഷിം K, VLST UP സ്കൂൾ കുന്നുമൽ മലപ്പുറം. KK ഉല്ലാസ് LPST സീനിയർ ഗ്രേഡ് ഗവൺമെന്റ് മുഹമ്മദ് ദൻസ് HSS ആലപ്പുഴ. വനജകുമാരി KLPC UPS സ്കൂൾ കുറ്റിക്കോൾ കാസർഗോഡ്. UP വിഭാഗം S. അജിത UPST പ്രബോധിനി UPS വക്കം തിരുവനന്തപുരം. PK സജിത് കുമാർ PT ടീച്ചർ UPS മധുസൂദനൻ തങ്ങൾ സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ മട്ടന്നൂർ.
ടി സൈജൻ TUPST ഗവൺമെന്റ് VHSS അയ്യന്തോൾ തൃശൂർ. അഷ്റഫ് മോളയിൽ UPST ഗവൺമെന്റ് AP സ്കൂൾ അരീക്കോട് മലപ്പുറം. മുഹമ്മദ് മുസ്തഫ TPD ടീച്ചർ ഗവൺമെന്റ് UP സ്കൂൾ പുറത്തൂർ മലപ്പുറം. സെക്കൻഡറി വിഭാഗം P ഗിരീഷ് HST ഗണിതം KHSS കോട്ടപ്പാടം പാലക്കാട്. VP സജിമോൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ CK മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൊരുത്തോട് കോട്ടയം. വിൻസി ഗർഗീസ് ഹെഡ്മിസ്ട്രസ് സേക്രഡ് ഹാർട്ട് CGSS തൃശൂർ. PM സജിത് കുമാർ HSST മലയാളം ഗവൺമെന്റ് HSS മമ്പറം ആയിത്തറ കണ്ണൂർ. M പ്രശാന്ത് HSSTS ഉമ്മത്തൂർ കോഴിക്കോട്. ഹയർ സെക്കൻഡറി വിഭാഗം NH കൊച്ചുവൻ HSST ഹിസ്റ്ററി ഗവൺമെന്റ് HSS കുലശേഖരപുരം കൊല്ലം. M സുധീർ പ്രിൻസിപ്പൽ ഗവൺമെന്റ് HSS കൊടക്കര തൃശൂർ. N രതീഷ് കുമാർ GHSST സെലക്ഷൻ ഗ്രേഡ് SST പളിപ്പാടം ആലപ്പുഴ. A നൗഫൽ പ്രിൻസിപ്പൽ ഗവൺമെന്റ് HSS കിളിമാനൂർ തിരുവനന്തപുരം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം KS ബിജു നോൺ വൊക്കേഷണൽ ടീച്ചർ കെമിസ്ട്രി ഗവൺമെന്റ് VHSS ചോറ്റാനിക്കര എറണാകുളം. ഷൈനി ജോസഫ് വൊക്കേഷണൽ ടീച്ചർ NMR TTM VHSS വടശ്ശേരിക്കര പത്തനംതിട്ട. VT ഷൈജിത്ത് വൊക്കേഷണൽ ടീച്ചർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഗവൺമെന്റ് HSS ബോയ്സ് കൊട്ടാരക്കര കൊല്ലം. ഉച്ചി റിയു കരാത്തെ താരങ്ങൾ ജപ്പാനിലേക്ക്. വേൾഡ് ഓൾ കരാത്തെ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന 3ാമത് അന്താരാഷ്ട്ര കരാത്തെ മത്സരങ്ങൾ സെപ്റ്റംബർ 13-14 തീയതികളിൽ ജപ്പാനിലെ ടോമിസോട്ടോ ജിമ്മിൽ നടക്കും. ഇന്ത്യയിൽ നിന്നും പങ്കെടുക്കുന്ന 26 പേരിൽ 5 പേർ കൂടാളി ഉച്ചി റിയു കരാത്തെ സ്കൂളിൽ നിന്നും ഉള്ളവരാണ്. ഉച്ചി റിയു കരാത്തെ താരങ്ങളായ ബെന്നി ബൗക്ക കാൻഡോഡ്, ദിയ കാൻഡോഡ്, നിവ കാനിരോഡ്, അമർജോത് കാനച്ചേരി, നമശ്രീ PV ഇരട്ടി എന്നിവർ മത്സരത്തിൽ പങ്കെടുക്കും. ലോക സാക്ഷരതാ ദിനാചരണവും അനുമോദനവും. ജില്ലാ സാക്ഷരതാ മിഷൻ സംഘടിപ്പിച്ച ലോക സാക്ഷരതാ ദിനാചരണവും അനുമോദനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. സാക്ഷരതാ പഠിതാക്കളായി ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ K ശ്രീലത, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TT റംല എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജീവിത സാഹചര്യങ്ങളാൽ പഠനം പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയ ഇരുവരും സാക്ഷരതാ പ്രേരകന്റെ സഹായത്തോടെയാണ് സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരിക്കുന്നത്. സാക്ഷരതാ സർവേ നടത്തിയ പയ്യന്നൂർ കോളേജിലെ 10-11 NSS യൂണിറ്റുകളുടെയും കാൻഡോഡ് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NSS യൂണിറ്റുകളെയും അനുമോദിച്ചു. വായനാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ലേഖന മത്സരം വിജയികൾക്കുള്ള സമ്മാനദാനം നടത്തി. കണ്ണൂർ യൂണിവേഴ്സിറ്റി NSS യൂണിറ്റുകളുടെ സാക്ഷരതാ സംഘഗാന മത്സരവും നടത്തി. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ സാക്ഷരതാ ദിന സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ NV ശ്രീജിനി സാക്ഷരതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് സർവീസ് ഡയറക്ടർ KV സുജിത് മുഖ്യ അതിഥിയായി. LSGD ജോയിന്റ് ഡയറക്ടർ TJ അരുൺ, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷാജു ജോൺ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ TV ശ്രീജൻ, NSS ജില്ലാ കോർഡിനേറ്റർ KP നിതീഷ്, ജില്ലാ സാക്ഷരതാ സമിതി അംഗം VRV ഏടോം, ജില്ലാ റിസോഴ്സ് പേഴ്സണൽ P ശ്രീധരൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ടേക്ക് എ ബ്രേക്കും വാട്ടർ ATMും നാടിന് സമർപ്പിച്ചു. അഞ്ചരക്കരി ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പനിയത്താംപറമ്പിൽ പുതുതായി നിർമ്മിച്ച ടേക്ക് എ ബ്രേക്കിന്റെയും വാട്ടർ ATMന്റെയും ഉദ്ഘാടനം രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ അധ്യക്ഷയായി. ടേക്ക് എ ബ്രേക്ക് 16,50,000 രൂപയും വാട്ടർ ATMന് 6,87,100 രൂപയുമാണ് വകയിരുത്തിയത്. പനിയത്താംപറമ്പ് ടൗണിൽ PWD റോഡിനോട് ചേർന്നാണ് 2 കെട്ടിടങ്ങളും നിർമ്മിച്ചിട്ടുള്ളത്. 43 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ടേക്ക് എ ബ്രേക്കിൽ ഒരു കഫ്തീരിയയും 2 ടോയ്ലറ്റും ഉൾപ്പെടുന്നുണ്ട്. ₹1 നാണയം നിക്ഷേപിച്ചാൽ 1 ലിറ്റർ ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്ന രീതിയിലാണ് വാട്ടർ ATM നിർമ്മിച്ചിട്ടുള്ളത്. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ V പ്രിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VK സുരേഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട്, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PM മോഹൻ മാസ്റ്റർ, M രമേശൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T പ്രസന്ന, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P സജീഷ്, പഞ്ചായത്ത് സെക്രട്ടറി KR അഞ്ജന ദീപ്തി, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ലത കാണി, V സുരേഷൻ, KK ജയരാജൻ മാസ്റ്റർ, മാമ്പ്രത്ത് രാജൻ, അബ്ദുൽ ഖാദർ മാസ്റ്റർ, PP രാജൻ, സംഘാടക സമിതി കൺവീനർ കന്നൂത്ത് രാജൻ, ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, അംഗനവാടി വർക്കർമാർ, ഹരിത കർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു.